ഹലോ മൈ ഗൈസ്, ബിരിയാണി മന്തിക്ക് എല്ലാവരും ഉണ്ടാക്കണം. നമുക്ക് ബിരിയാണി മന്തിൻ്റെ നടുക്കുള്ള സാധനം ഉണ്ടാക്കിയാലോ? ഈ സംഭവം ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വട്ടം പരീക്ഷിച്ചിരിക്കണം. അന്ന് എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഒരു വട്ടം കൂടി ട്രൈ ചെയ്യാന്ന് വെച്ചത്. ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ചിക്കനിൽ മഞ്ഞൾ, മുളക്, ഉപ്പ്, നാരങ്ങനീര് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 5 സബോള വേണം, കുറച്ച് മല്ലിച്ചപ്പ്, പുതിന വേണം, കുതിർത്തി വെച്ച അരി, പിന്നെ ഒരു 5 തക്കാളി. മന്തിയുടെ അരി നന്നായിട്ട് കുതിർത്തി വെക്കണേ. മാറ്റി വെച്ച കോഴി കുറച്ചായിട്ട് പൊരിച്ച് മാറ്റുക. ഇവിടെ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ആട്ടിങ്ങാണ്ട് തന്നെയാണ് ഇവിടെ കൊടുന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പം നട്ടതാണ്, ഇപ്പോൾ മക്കൾ അനുഭവിച്ചു പോകണം. എന്നെ കെട്ടിച്ചെടുത്തൊക്കെ വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചിലാണ്. ഭയങ്കര നഷ്ടം. കോഴി പൊരിച്ചു മാറ്റുമ്പോഴത്തേന് നമുക്ക് വേറെ പണിയും കൂടി ഉണ്ട്. മന്തിൻ്റെ അരി തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളം വെച്ചിരിക്കണ്. ക്യാരറ്റ്, കറിവേപ്പില, ഏലക്കായ്, പട്ട, ഗ്രാമ്പു, ഉപ്പ്, കറിവേപ്പില ഇതൊക്കെ ഒപ്പിടണം. എന്നാലേ വെള്ളത്തേക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇറങ്ങി വരുള്ളൂ. കോഴി പൊരിച്ച് മാറ്റിയ ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ചട്ടി വെക്കുക. ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇങ്ങോട്ട് വരും, ഇവിടെ വെളിച്ചെണ്ണൻ്റെ സ്റ്റോക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇടുക. ഈ കുക്കിങ്ങിനും ഒരു കണക്കുണ്ട്. എനിക്ക് ആദ്യമൊന്നും അത് അറിയില്ല. ഇനി ഇപ്പോൾ കുറേ കാലമായി പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു കണക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാത്സാണ് എല്ലാത്തിൻ്റെ ഒരു ബേസിക്. അത് അന്നൊന്നും അറിയില്ല. ഇനി ഇപ്പം എനിക്കതൊക്കെ മനസ്സിലായി. ഉള്ളി നന്നായി മൂപ്പെത്തിയ ശേഷം മാത്രമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പാടുള്ളൂ കേട്ടോ. മന്തിൻ്റെ അരി തിളച്ചിക്കണം കേട്ടോ. വേവായോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. വേവ് കൂടാൻ പാടില്ല കേട്ടോ. ഉള്ളി മൂപ്പെത്തിക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതും ഏകദേശം മൂപ്പെത്തിയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ല ഉടയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ശേഷം മല്ലിച്ചപ്പ്, പുതിന അതും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇടാൻ മറക്കണ്ട കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ കൂടെ ഇട്ടുകൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുരുമുളക് പൊടി ചേർക്കാൻ മറന്നതാട്ടോ, അതും കൂടെ ലേശം ചേർത്ത് കൊടുക്കുക. മന്തിയരി മുക്കാൽ വേവായപ്പോൾ ഊറ്റി മാറ്റി വെച്ചു. ഒരു നാരങ്ങയുടെ നീരും 2 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുക. മസാലയിലേക്ക് മാഗി ക്യൂബ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കട്ടോ. ഇവിടെ ആർക്കും അതിൻ്റെ ചുവ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ചിക്കൻ കൂടെ ഇട്ടപ്പോൾ ആ പാത്രത്തിൽ കൊള്ളുന്നില്ല. പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊരിച്ച് വെച്ച കോഴി ആയതുകൊണ്ട് ഇനി അധികം വേവണമെന്നില്ല. നേരെ ദമ്മിടാൻ പോകും. നമുക്ക് ദമ്മിടുന്ന പരിപാടിയൊക്കെ സാധാ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ മന്തി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഞാൻ വരും. ഇവിടെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ബിരിയാണിൻ്റെ സലാഡും ഉണ്ടാക്കണം, മന്തിക്ക് ഉണ്ടാക്കണം, ചട്നി ഉണ്ടാക്കണം. അതെല്ലാം കൂടി കുഴച്ച് തിന്നുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീൽ വരുള്ളൂ.